നമസ്കാരം. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഫുട്ബോളിൽ പെലെയും ക്രിക്കറ്റിൽ സർ ഡൊണാൾഡ് ബ്രാഡ്മാനും എന്തായിരുന്നുവോ അതായിരുന്നു ഹോക്കിയിൽ ധ്യാൻചന്ദ്. ഇന്ത്യൻ ഹോക്കിയുടെ സുവർണകാലത്തെ സൂപ്പർ താരം. 1905 ഓഗസ്റ്റ് 29 ഉത്തർപ്രദേശിലെ അലഹബാദിലായിരുന്നു ധ്യാൻചന്ദിന്റെ ജനനം. ഇന്ത്യൻ കരസേനയിലെ ഹോക്കി താരമായ സമേശ്വർ സിംഗിന്റെ പുത്രനായ ധ്യാൻചന്ദ് ലോകം കണ്ട ഏറ്റവും മികച്ച സെന്റർ ഫോർവേഡ് ആയിരുന്നു. യഥാർത്ഥ പേര് ധ്യാൻ സിംഗ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ധ്യാൻചന്ദ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. സാധാരണ രജപുത്ര കുടുംബത്തിലെ അംഗമായി ജനിച്ച ധ്യാൻചന്ദ് കഠിനാധ്വാനത്തിലൂടെയാണ് ഹോക്കിയുടെ എല്ലാമായത്. പിതാവിന്റെ പാത പിന്തുടർന്ന് താരം 17-ാം വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു. ഇതോടെയാണ് ഹോക്കിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. 1926 ഇന്ത്യൻ കരസേനാ ടീമിന് ആദ്യമായി വിദേശ പര്യടനം നടത്താൻ അവസരം ലഭിച്ചപ്പോൾ 23 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ധ്യാൻചന്ദ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസിലാൻഡിൽ 2 മാസം നീണ്ട പര്യടനം. തുടക്കം മുതൽ സെന്റർ ഫോർവേഡായി കളിച്ച ധ്യാൻ ടീമിന്റെ നെടും തൂണായി. ആകെ കളിച്ച 21 മത്സരത്തിൽ 18ലും ഇന്ത്യൻ ആർമി വിജയിച്ചു. ഇന്ത്യ നേടിയ 192 ഗോളുകളിൽ ഭൂരിപക്ഷം ധ്യാൻചന്ദിന്റെ സ്റ്റിക്കിൽ നിന്നാണ്. രാജ്യത്തിനകത്തും പുറത്തും ഒട്ടേറെ നേട്ടങ്ങളാണ് ധ്യാൻചന്ദ് കൈവരിച്ചത്. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ഹോക്കി ഫൈനൽ ഇന്ത്യയും ജർമ്മനിയും ഏറ്റുമുട്ടുമ്പോഴും മത്സരം നേരിട്ട് കാണാൻ സാക്ഷാൽ ഹിറ്റ്ലർ എത്തിയിരുന്നു. സ്വന്തം നാട്ടുകാർക്ക് സമ്മാനം നൽകാനായി മുഖ്യ അതിഥിയായി എത്തിയ അഡോൾഫ് ഹിറ്റ്ലർ ഒടുവിൽ സലാം വെച്ചത് ആ ഇന്ത്യക്കാരനായിരുന്നു. ജേണൽ ആർമിയിൽ കേണൽ പദവി വാഗ്ദാനം ചെയ്ത ഹിറ്റ്ലർ ധ്യാൻചന്ദിനെ അങ്ങോട്ട് ക്ഷണിച്ചുവെങ്കിലും ഇന്ത്യയിൽ താൻ സന്തോഷവാനാണ് എന്നായിരുന്നു ധ്യാൻചന്ദിന്റെ മറുപടി. 1951 വിരമിച്ച ധ്യാൻചന്ദിന്റെ അവസാന നാളുകൾ കൈപ്പേറിയതായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട അദ്ദേഹത്തിന് ഹോക്കി ഫെഡറേഷനും സർക്കാരും തീരെ അവഗണിച്ചു. 1979 ഡിസംബർ 3 ന്യൂഡൽഹിയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓഗസ്റ്റ് 29 എന്ന അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു.